നിങ്ങളുമായി ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വളരെ അനുഗ്രഹീതമായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനവുമായി ഒരുമിച്ച് ആരാധിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. നമ്മുടെ അഭിപ്രായത്തോടെ യോജിക്കാത്തവരോട് നമുക്ക് നീരസമില്ല. അറിഞ്ഞ ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വഴക്കുകൾ ഒഴിവായാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമിക്കുക. ക്ഷമിക്കാനായി ഒന്നാമത്തെ വഴി 2 ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വാക്യമാണ്. യേശു അവനോട് നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിരിക്കും. യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കുകയാണ്. സാധാരണ ഒരേ വേദന അനുഭവിക്കുന്നവർ തമ്മിൽ ഒരു ഐക്യതയുണ്ടാകണം. എന്നാൽ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ പോലും തന്നോട് സ്നേഹം കാണിച്ചില്ല, സഹതാപം കാണിച്ചില്ല. 2 പേരും നിന്ദിച്ചു, ദുഷിച്ചു. എത്ര ദയനീയം! വലത്തെ കള്ളന്റെ പേര് ഡിസ്മാസ് എന്നും ഇടത്തെ കള്ളന്റെ പേര് ഗസ്മാസ് എന്നുമെന്ന് വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കും. ഇടത്തെ കള്ളനെ പെട്ടെന്നൊരു വ്യതിയാണ്. തങ്ങൾ യേശുവിനെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. എന്നാൽ നിങ്ങളിൽ എളിയവരെ നിങ്ങൾ കൈവിടരുത്. നിങ്ങൾ അർഹിക്കാത്ത കാര്യങ്ങളുണ്ട്. ദൈവം നിങ്ങളെ മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എളിയവരോട് സഹതാപം കാണിക്കണം. ആറാമത്തെ വഴി യോഹന്നാൻ 19:30 സകലതും നിവർത്തിയായി. വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. ഒരാൾ മരിക്കുമ്പോൾ വല്ലതും പറഞ്ഞു എന്ന് അവസാനം തിരക്കാറുണ്ട്. ആയുസ്സിൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഭാരമായിരിക്കും പലർക്കും. നിവർത്തിയാക്കാൻ കഴിയാത്ത എത്രയോ വസ്തുക്കളുടെ പട്ടിക. എന്നാൽ